നമസ്കാരം. US-ഇറാൻ യുദ്ധത്തിൽ പശ്ചിമേഷ്യ കത്തുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെ അമേരിക്ക നടത്തിയ അതീവ രഹസ്യ എണ്ണ നീക്കത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടത്. ഒരൊറ്റ രാത്രിയിൽ മാത്രം 22 കപ്പലുകളാണ് ഇത്തരത്തിൽ പുറത്തെത്തിച്ചത്. പിന്നാലെ പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ആക്രമണവും ഉണ്ടായിരിക്കുകയാണ്. അതേസമയം ഉയർന്ന അളവിൽ എഥനോൾ ചേർത്ത പെട്രോളിന് കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ ഒഴിവാക്കിയിട്ടുമുണ്ട്. കേരളത്തിൽ നിപ്പ, ഷിഗല്ല രോഗഭീതിയും നിലനിൽക്കുന്നു. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ പ്രോജക്ട് ഫ്രീഡവുമായി ഡൊണാൾഡ് ട്രംപ് ഹോർമുസ് കടലിടുക്കിലൂടെ അമേരിക്കയുടെ രഹസ്യ എണ്ണ നീക്കം വെളിപ്പെടുത്തിയിരിക്കുകയാണ് US പ്രസിഡന്റ്. ഹോർമുസ് കടലിടുക്കിലൂടെ ഇറാൻ അറിയാതെ അതീവ രഹസ്യമായി 10 കോടി ബാരലിലധികം എണ്ണ കടത്തിയതായാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. സൈനിക ദൌത്യത്തിലൂടെ 200-ലധികം വാണിജ്യ കപ്പലുകളെ സുരക്ഷിതമായി ഹോർമുസ് കടലിടുക്കിലൂടെ കടത്തിവിട്ടതായും ക്രൂഡ് ഓയിലിനെ അന്താരാഷ്ട്ര വിപണിയിൽ എത്തിച്ചതായും ട്രംപ് അറിയിച്ചു. ഇറാന്റെ പക്കൽ റഡാർ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ഈ നീക്കം കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ലെന്നും ട്രംപ് അവകാശപ്പെടുന്നു. ഒറ്റ രാത്രിയിൽ മാത്രം ഇത്തരത്തിൽ 22 കപ്പലാണ് പുറത്തെത്തിച്ചത്. എണ്ണവില ബാരലിന് $200 മുകളിലേക്ക് ഉയരുന്നത് തടയാനും വില $90 താഴെ നിലനിർത്താനും ഈ ദൌത്യം സഹായിച്ചതായും ട്രംപ് പറയുന്നു. പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങൾക്കു നേരെ ഇറാന്റെ ആക്രമണം. US ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ അധികൃതർ പറഞ്ഞു. തുടർച്ചയായ 2ാം ദിവസവും ഇറാന്റെ വിവിധയിടങ്ങളിൽ US ആക്രമണം നടത്തി. സംഘർഷത്തെ തുടർന്ന് കുവൈത്ത് വ്യോമപാത താൽക്കാലികമായി അടച്ചു. US വീണ്ടും ആക്രമണം നടത്തിയതിനു പിന്നാലെ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുകയാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. എണ്ണക്കപ്പലുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെയുള്ള എല്ലാത്തരം ഗതാഗതങ്ങളും അവസാനിപ്പിച്ചതായി ഇറാന്റെ സൈനിക നേതൃത്വം അറിയിച്ചു. ഹോർമുസിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് നേരെ വെടിവയ്ക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുവൈറ്റിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു ആക്രമണം നടത്തിയത്. അതിർത്തി കടന്നെത്തിയ ഡ്രോണുകളും മിസൈലുകളും പ്രതിരോധിച്ചതായി സൈന്യം അറിയിച്ചു. ആക്രമണത്തിന് പിന്നാലെ കുവൈറ്റ് വ്യോമാതിർത്തി താൽക്കാലികമായി അടച്ചു. കുവൈറ്റിന്റെ സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറലാണ് ഇക്കാര്യം അറിയിച്ചത്. യാത്രക്കാരുടെ സുരക്ഷയുടെ ഭാഗമായാണ് നടപടി. വിമാനങ്ങൾക്ക് മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിട്ടു. സംഭവ വികാസങ്ങൾ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും സാഹചര്യം മെച്ചപ്പെട്ട് അപകട കാരണങ്ങൾ ഇല്ലെന്ന് സ്ഥിരീകരിച്ചാൽ ഉടൻ വ്യോമാതിർത്തി വീണ്ടും തുറക്കുമെന്നും വ്യോമഗതാഗതം പുനരാരംഭിക്കുമെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ യുദ്ധമല്ല, ചർച്ചയും നയതന്ത്രപരമായ ഇടപെടലുകളുമാണ് പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ബൾഗേറിയൻ വിദേശകാര്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സമുദ്ര വ്യാപാരം തടസ്സപ്പെടരുതെന്നും ഊർജം, ഭക്ഷണം, വളം എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടതായും അദ്ദേഹം വ്യക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധികളെ നേരിടാൻ വിതരണ ശൃംഖലകൾ കൂടുതൽ ശക്തമാവുകയും വൈവിധ്യവൽക്കരിക്കുകയും വേണമെന്നും ജയശങ്കർ വ്യക്തമാക്കി. തീവ്രവാദത്തിനെതിരെ ലോകം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉയർന്ന അളവിൽ എഥനോൾ ചേർത്ത പെട്രോളിന് കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ ഒഴിവാക്കി. E20ക്ക് മുകളിലുള്ള എഥനോൾ മിശ്രിത ഇന്ധനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായാണ് പുതിയ തീരുമാനം. 22 മുതൽ 30% വരെ എഥനോൾ അടങ്ങിയ പെട്രോളിന് ഇനി എക്സൈസ് തീരുവ ഉണ്ടായിരിക്കില്ലെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു. E22, E25, E27, E30 എന്നീ ഇന്ധന വകഭേദങ്ങൾക്കാണ് ഇതിന്റെ പരിധിയിൽ വരുന്നത്. ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിനോടുള്ള ആശ്രയം കുറയ്ക്കുകയും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുകയും മലിനീകരണമില്ലാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകളെ പ്രോത്സാഹിപ്പിക്കുകയും ലക്ഷ്യമിട്ടാണ് സർക്കാർ ബയോഫ്യുവൽ പദ്ധതികൾ വ്യാപിപ്പിക്കുന്നത്. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടം 2027 ഓഗസ്റ്റ് മാസം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യാൻ KMRL. നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗമാർന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 2027 ജൂണോടെ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കി 2027 ഓഗസ്റ്റോടെ സർവീസ് ആരംഭിക്കുകയാണ് ലക്ഷ്യമെന്ന്
KMRL അറിയിച്ചു. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കാണ് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം നീളുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ രണ്ടാം ഘട്ടം കമ്മീഷൻ ചെയ്യാനായിരുന്നു KMRL ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ നിർമ്മാണ പ്രവൃത്തിയിൽ കാലതാമസം നേരിട്ടതോടെയാണ് ഒരു വർഷത്തിലധികം സമയം കൂടി KMRLന് വേണ്ടി വന്നത്. മോട്ടോർ വാഹന നികുതി, ഇന്ധന സെസ് എന്നിവ നേരിട്ട് കിഫ്ബിയിലേക്ക് പോകുന്നത് നിർത്തലാക്കി പകരം സർക്കാർ ഖജനാവിലേക്ക് മാറ്റാൻ നീക്കം. കിഫ്ബിക്ക് പണം ആവശ്യമുള്ളപ്പോൾ സർക്കാർ തന്നെ കൈമാറും. ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായേക്കും. കിഫ്ബി പണം ബാങ്കിൽ നിക്ഷേപിച്ച് പലിശയെടുക്കുന്നതും അവസാനിക്കും. KM ചന്ദ്രശേഖരൻ അധ്യക്ഷനായ ധവളപത്ര സമിതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് നടപടി. സർക്കാരിന് ലഭിക്കേണ്ട 4000 കോടിയോളം രൂപ ഓരോ വർഷവും നേരിട്ട് കിഫ്ബി കൈപ്പറ്റുന്നതായാണ് കണക്ക്. മോട്ടോർ വാഹന നികുതി ഇനത്തിൽ മാത്രം വർഷം 3300 കോടി രൂപ 2026 മുതൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് വരെ 22,000 കോടിയാണ് ഈ രണ്ട് ഇനത്തിലും കിഫ്ബിക്ക് ലഭിച്ചത്. മോട്ടോർ വാഹന നികുതിയുടെ പകുതിയും 1 ലിറ്റർ ഇന്ധനത്തിന് 1 രൂപ നിരക്കിൽ ഈടാക്കുന്ന സെസ്സും കിഫ്ബി അക്കൗണ്ടിലേക്ക് അന്നു തന്നെ പോവുകയാണിപ്പോൾ. ഈ തുക ഖജനാവിലെത്തിയാൽ ധനപ്രതിസന്ധി ഒരു പരിധിവരെ ആശ്വാസമാകും. കോഴിക്കോട് വീണ്ടും നിപ്പ ആശങ്ക. രാമനാട്ടുകര നഗരസഭാ പരിധിയിൽ ഫാറൂഖ് കോളേജിന് സമീപം താമസിക്കുന്ന 43 വയസ്സുകാരന് നിപ്പ സ്ഥിരീകരിച്ചു. ഗുരുതരാവസ്ഥയിലായ രോഗിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേകം സജ്ജീകരിച്ച ഐസൊലേഷൻ വാർഡിലെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. സർക്കാർ മെഡിക്കൽ കോളേജിലെ VRDL ലാബിൽ നടത്തിയ ശ്രവ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. ആരോഗ്യ വകുപ്പിന്റെ മെഡിക്കൽ പ്രോട്ടോകോൾ അനുസരിച്ച് രോഗിയിൽ നിന്നെടുത്ത ശ്രവ സാമ്പിൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചു. നിപ്പ രോഗം കണ്ടെത്താനുള്ള VRDL ലാബ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടെങ്കിലും പൂനെയിൽ നടത്തുന്ന PCR പരിശോധനയ്ക്ക് ശേഷമാകും ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. മുൻകരുതലിന്റെ ഭാഗമായുള്ള പ്രതിരോധ നടപടികൾ ജില്ലാ ആരോഗ്യ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ രോഗബാധ കണ്ടെത്തിയ പ്രദേശത്ത് ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക ക്യാമ്പ് തുടങ്ങും. സമ്പർക്ക പട്ടികയിലുള്ള 5 പേരുടെ സാമ്പിൾ കൂടി മെഡിക്കൽ കോളേജിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. രോഗത്തിന്റെ ഉറവിട പരിശോധന, രോഗിയുടെ റൂട്ട് മാപ്പ് തുടങ്ങിയവ തയ്യാറാക്കും. വയനാടിന് പിന്നാലെ തെക്കൻ കേരളത്തിലും ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർക്കാണ് രോഗബാധ കണ്ടെത്തിയത്. ഇതിൽ 2 പേർ കൊല്ലം കോർപ്പറേഷൻ പരിധിയിലുള്ളവരാണ്. രോഗം സ്ഥിരീകരിച്ച വിവരം കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. രോഗബാധിതർ നിലവിൽ കൊല്ലം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ പ്രത്യേകം സജ്ജീകരിച്ച വാർഡുകളിൽ ചികിത്സയിലാണ്. ഇവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കി. നേരത്തെ വയനാട് ജില്ലയിൽ 8 കുട്ടികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി വയനാട്ടിലെ നെന്മേനിയിൽ അധികൃതർ കടുത്ത ആൾക്കൂട്ട നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകളിലെയും സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജൂൺ 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട് കോളിയാടി മാർ ബേസിലിയോസ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് അവിടെ രോഗബാധയുണ്ടായത്. ജില്ലയിൽ ഇതുവരെ 502 പേരിൽ ഷിഗല്ല ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്നു. ഗ്രാമിന് 195 രൂപയും പവന് 1560 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 13,350 രൂപയും 1 പവൻ സ്വർണത്തിന് 1,06,800 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ആനുപാതികമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമിന് 10,975 രൂപയും പവന് 87,800 രൂപയുമാണ് വിപണി വില. സ്വർണ്ണവിലയിൽ ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് വെള്ളി ഗ്രാമിന് 260 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത ഇവിടെ സമാപിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.